അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഈ മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്നാണ്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാടിനെ നമ്മൾ കാണേണ്ടത്? ഡിവൈഎഫ്ഐ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് SDPയുടെ യുവജന പ്രസ്ഥാനമല്ലേ. അതിനെ പഴയ കാലത്ത് നിങ്ങൾ കണ്ടിരുന്ന പോലെ ഒന്നും ഡിവൈഎഫ്ഐ എന്നൊന്നും പറയരുത്. അതിന് ഇപ്പോ മിനിഞ്ഞാന്ന് ഡിവൈഎഫ്ഐ മറ്റേ SDP കണ്ണുരുട്ടിയപ്പോ ഒരു നിലപാട് മാറ്റി സർക്കുലർ ഇറക്കിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ യുവജന സംഘടനയല്ലേ. അത് SDPയുടെ യുവജന സംഘടനയായിട്ട് നമ്മൾ കൂട്ടിയാണ്. അതിനപ്പുറത്തോടൊന്നും പറയല്ല. പിന്നെ മതപരമായ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഇയാളാരാ? ഈ സരോജാരാ? BR അംബേദ്കറോ? ഇന്ത്യൻ ഭരണഘടന എഴുതിയത് അയാളൊന്നും അല്ലല്ലോ. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം പറയും. ഈ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടാ പോകുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇവിടെ ഒരു സംസ്ഥാനത്തെ മൊത്തത്തില് ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ ശ്രമം നടന്നാൽ അതിനെ ശക്തമായി എതിർക്കാൻ തീർച്ചയായിട്ടും BJP ഉണ്ടാവും. BJPയുടെ നിലപാട് അത് തന്നെയാണ്. അത് ഉറച്ച നിലപാടാണ്. ഇത് 10 വോട്ടിന് വേണ്ടി ഈ നാടിനെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒറ്റുകൊടുക്കുന്ന ഇവരെ പോലെയുള്ളവരെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടുകയും തന്നെ ചെയ്യും. ഇവർ ഇതിനെല്ലാം പറയുന്ന പേര് മതേതരം എന്നാണ്. കേരളത്തില് മതേതരത്വം എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഈ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അവിടെ മതേതരത്വത്തിന്റെ നാടായി കേരളം മാറിയിരിക്കുന്നു. അത് കേരളത്തിലുള്ള മതേതരത്വം ഒന്നേ ഉള്ളൂ. അതിന്റെ പേര് അൽ മതേതരത്വം എന്നാണ്. ആ അൽ മതേതരത്തിൽ നിന്നുകൊണ്ട് ഇവര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേരളത്തിൽ അവരുടെ പരമാധികാരം പ്രഖ്യാപിക്കുന്നു അന്ന് വരെ ഈ മതേതരത്വം ഇവർ പറയും. പിറ്റേ ദിവസം പറയും മതേതരത്വം തീർന്നു പോയെന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ രാജ്യത്തിന് വിരുദ്ധമായ ഒരു സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ കേട്ടില്ല. അത് ഡിവൈഎഫ്ഐ ആര് പറഞ്ഞാലും ഞങ്ങൾ പറയേണ്ടിടത്ത് അഭിപ്രായം പറയും, പിന്തുണ കൊടുക്കേണ്ടിടത്ത് പിന്തുണ കൊടുക്കുകയും എതിർക്കേണ്ടവരെ എതിർക്കുകയും ചെയ്യും. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ ഈ VK സനോജ് ചോദിക്കുന്നത് ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. ഒരു ക്രമസമാധാന പ്രശ്നവും ഈ നാട്ടിലുണ്ടാവില്ല. ഇവിടെ നിരവധി ക്രൈസ്തവ സ്കൂളുകളിൽ കോളേജുകളിലുമൊക്കെ ഹിജാബ് ഇട്ടുകൊണ്ട് കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ പേട്ടയിൽ അരിയുത്ര കോളേജിൽ ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. ഒരു കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ പ്രശ്നമല്ല. പക്ഷെ ഈ നാട്ടിലെ ക്രമസമാധാന നിലയും മതേതരത്വവും മോശമാക്കുവാൻ വേണ്ടി ഒരാൾ ഹിജാബ് ഇട്ടാൽ അതിനെ മതവിശ്വാസത്തിന്റെ പേരിൽ അംഗീകരിക്കാനല്ല നമുക്കിഷ്ടം. അതിനെ തീവ്രവാദമായി കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം.